നമസ്കാരം. കരുവന്നൂരിൽ ഇഡി കടുത്ത നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് പിണറായി. ആദ്യം CPMന്റെ തീരുമാനം ഇഡിക്ക് മുൻപിൽ ഹാജരാകേണ്ട എന്നതായിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെ ക്ലിഫ് ഹൗസിൽ നിന്ന് തീരുമാനം വന്നു. ഇഡിക്ക് മുൻപിൽ ഹാജരാകണമെന്ന്. ഇഡിയെ പേടിയില്ലെന്ന് വരുത്തി തീർക്കലായിരുന്നു ഇഡിക്ക് മുൻപിൽ ഇപ്പോൾ ബിജുവിനെ ഹാജരാക്കിയതിന് പിന്നിലെ പ്രധാന കാരണം. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ആരും ഹാജരാകാത്ത പക്ഷം ഇഡി വന്ന് തൂക്കിയെടുത്തു കൊണ്ടുപോയാൽ അത് CPMനെ ഇതിലേറെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യും. എന്തായാലും പിണറായിയുടെ അതിബുദ്ധി പാളി എന്ന് തന്നെ പറയണം. കാരണം അറിയാവുന്ന സത്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ് ഇഡിക്ക് മുന്നിലേക്ക് ഹുങ്കുമായി ബിജു പോയത് ഒരു കൊലകൊമ്പന്റെയും മുമ്പിൽ തലകുനിക്കില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ഇഡി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ ബിജു തത്ത പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതെന്ന് ബിജു അന്തസ്സായി തുടർന്നു പറഞ്ഞു. ബിജുവിനെ ഇന്നലെ ഇഡി 10 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. പാർട്ടി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിച്ച കേസാണ് കരുവന്നൂരിലേത്. അതിൽ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നയാളാണ് ഇപ്പോൾ ഇഡിക്ക് മുൻപിൽ ഹാജരായ മുൻ MP ആയ PK ബിജു. അവർക്ക് കൂടി ഈ കേസിൽ പങ്കുണ്ടായിരുന്നു എന്നതും ഓർക്കണം. ആ കേസിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയത് ബിജു. എന്ത് വിരോധാഭാസമാണ്! പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഇക്കാര്യം അന്വേഷിച്ചിരുന്നെന്നും ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടിരുന്നെന്നുമാണ് ഇഡി ഉദ്യോഗസ്ഥരോട് ബിജു സമ്മതിച്ചത്. എന്നാൽ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു ഉത്തരം. കരുവന്നൂരിലെ പ്രധാന തട്ടിപ്പുകാരനായ P സതീഷ് കുമാറിൽ നിന്ന് ബിജു പണം കൈപ്പറ്റിയെന്ന സാക്ഷിമൊഴി ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. കേസിൽ ജയിലിലുള്ള വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷനാണ് ബിജു സതീഷിൽ നിന്ന് 5 ലക്ഷം രൂപ കൈപ്പറ്റിയതായി മൊഴി നൽകിയിട്ടുള്ളത്. 2020 മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് ബിജു പണം കൈപ്പറ്റിയത്. സതീഷ് കുമാറിന്റെ സന്തത സഹചാരിയായിരുന്ന ജിജോറും ഇഡിക്ക് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറയുന്നുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ബിജുവിനെ. ഇന്നിപ്പോൾ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കോർപ്പറേഷൻ കൗൺസിലറുമായ PK ഷാജനും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെന്നാണ് വിവരം. ബിജുവും ഇന്ന് ഹാജരാകേണ്ടതാണ്. എന്നാൽ ഹാജരായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ബിജു ഇഡിക്ക് മുൻപിൽ പറയേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. പാർട്ടിക്കാരുടെ ഹുങ്ക് ഇഡിക്ക് മുൻപിലെടുത്താൽ വിശാല അധികാരം ലഭിച്ചിരിക്കുന്ന ഇഡി വെറുതെ നോക്കിയിരിക്കില്ല എന്നെന്തായാലും ഉറപ്പാണ്. എന്തായാലും ബിജുവിന്റെ ഈ കുറ്റസമ്മതം പിണറായിക്ക് തലവേദനയാകും. പിണറായി ശ്രമിച്ചുകൊണ്ടിരുന്നത് അരവിന്ദാക്ഷൻ ഉൾപ്പെടെ കുറച്ചുപേരെ രക്തസാക്ഷികളാക്കി തനിക്ക് രക്ഷപ്പെടാം എന്നായിരുന്നു. എന്നാൽ അതെല്ലാം പൊളിക്കുന്ന നീക്കമാണ് ബിജു നടത്തിയത്. പിണറായിയുടെ എല്ലാ പദ്ധതികളും പാളി. ബിജുവിന്റെ കാര്യവും ഇനി വെള്ളത്തിലാകാനാണ് സാധ്യത. കാരണം ഒറ്റയവരെ വെറുതെ വിടുന്ന ചരിത്രം പിണറായിക്കില്ല. അവരെ ഏതു വിധേനയും തീർക്കും. ഇഡിക്ക് മുൻപിൽ കണ്ണുകെട്ടിക്കളിക്കാൻ ചെന്ന ബിജുവിനെ ചിത്രവധം ചെയ്തു കാണണം ഇഡി. ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്ന MM വർഗീസും ഷാജനും കൂടി എന്തെങ്കിലുമൊക്കെ വിട്ടുപറഞ്ഞാൽ പിണറായിയുടെ നെഞ്ചത്ത് ആണി അടിക്കലാകും അത്. അതുകൊണ്ട് വളരെ കരുതലോടെയാണ് പിണറായിയും ഇരിക്കുന്നത്. നന്ദി.